ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ വീഡിയോ ഇട്ടിട്ടൊക്കെ ഒരുപാട് ദിവസങ്ങളായിക്കണ്. പിന്നെ ഇത് വീഡിയോ എടുത്തുവെച്ചിട്ടും കുറച്ച് ദിവസമായിക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ്. പിന്നെ രാവിലെ ഭയങ്കര തിരക്കാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ച വീഡിയോനെ ഒന്ന് എഡിറ്റ് ചെയ്ത് വിടാനും നല്ല മടി പിടിച്ചിട്ടിരുന്നിട്ടാട്ടോ. അപ്പോൾ ഞാനൊരടുപ്പത്ത് ചായക്കും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരടുപ്പത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാനാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടുകാണ്ട് ഒന്ന് തിളപ്പിച്ചിക്കാണ്ടാണ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പൊടി ഒന്ന് പൊട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റ് പൊടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴുകി ഉണക്കി പൊടിപ്പിക്കലൊന്നുമില്ല. പിന്നെ വലിയ പൊടീൻ്റെ പാക്കറ്റ് കൊടുത്തിരുന്നത്, അപ്പോൾ അത് തീർന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും പാക്കറ്റ് പൊടി ഉണ്ടാക്കിയാൽ നല്ല ഉഷാറായി കിട്ടും. പൊടിപ്പിച്ച് കൊണ്ടുവരുന്ന പൊടിനെക്കാട്ടി നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കണില്ല. തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് കണ്ടെടുത്തതായിരുന്നു. അപ്പോൾ തിളച്ച പാടാണ്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു മിനിറ്റ് നേരം ഒന്നും കണ്ട് വെച്ചിട്ട് ഒന്നും കണ്ടതാവില്ല ആ നേരത്തെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പൊടി ഇങ്ങനെ എടുക്കണ ഒരു ടൈം ഉണ്ടായിരുന്നില്ല ആ നേരം കൊണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്നാണ്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടത് സവാള ഒന്ന് വഴറ്റിയെടുക്കേണ്ട. അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും, കാരണം മഴ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കണ്ട് ഒന്നും കണ്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങ അരക്കാതെ തേങ്ങ അരച്ച പോലത്തെ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നൂൽപുട്ടിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ ചെറുപയർ കറി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്തെങ്കിലുമൊക്കെ ഇട്ടാക്കിയെടുക്കൽ. അപ്പോൾ ഞാനൊരു വലിയൊരു സവാള ഒന്നും കണ്ട് വാട്ടിയെടുത്തുക്കാണ്ട് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ച പോലെ ഉണ്ടാവും കേട്ടോ. നല്ല രസമുണ്ട് അങ്ങനെ വാട്ടിയെടുത്തിട്ട് അരച്ചാൽ. ബാക്കി കുറച്ച് ഉള്ളിയിൽ വെച്ചിരുന്ന് അതിക്ക് തക്കാളിയും ഒലഞ്ചും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്നും കണ്ട് വഴറ്റിയതിന് ശേഷം അതിക്ക് പൊടികൾ ഇട്ടെടുക്കണം. പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല മാത്രമായിട്ട് ഇട്ടെടുക്കണുള്ളൂ. പിന്നെ എരിവിന് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളകും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ആദ്യത്തെ സവാള ഒന്ന് വാട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അരച്ചിങ്ങാണ്ടാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ആ എണ്ണയിൽ ഒന്നും കണ്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ മിക്സിൻ്റെ ജാറുണ്ടല്ലോ അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയാലും നല്ല രുചിയാണ്. പിന്നെ തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒന്നും കൂടി നന്നിട്ടാണ്. കുറച്ച് സവാള വാട്ടിക്കാണ്ട് ഒന്നും കണ്ട് അരച്ചിങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ഉണ്ടല്ലോ അപ്പോൾ നടു കയറിയാണ്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടു കയറി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കറിക്ക് രുചി ഉണ്ടാവും. പിന്നെ ഉള്ളിലൊക്കെ നല്ല മസാലയൊക്കെ ഒന്ന് പൊടിക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കണ്ട് ഇളക്കിക്കാണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിലൊക്കെ അരിഞ്ഞാണ്ട് ഒന്ന് താളിപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് സെവനായിലൊക്കെ ഒന്ന് പൊടിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടി പിന്നെ കൈ വെച്ചിട്ടൊന്നും കുഴച്ചെടുത്തിട്ടൊന്നുമില്ല. കോരി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ആ വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്നിൻ്റെ ഇളക്കി മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. അങ്ങനെയാണെങ്കിലും നല്ല ഉഷാറായിട്ട് തന്നെ നൂൽപുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ നൂൽപുട്ടിൻ്റെ അച്ചി എന്ന് പറഞ്ഞാൽ അടിഭാഗം ഇങ്ങനെ ഊരിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഊരിയെടുക്കാതെ ഇങ്ങനെ അച്ചയിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ നിന്ന് അടച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ മുകളിൽ ഇതുപോലൊരു റൗണ്ടിലൊരു ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കാതിരിക്കുന്നത്, മാവ് തള്ളി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൂൽപുട്ടൊക്കെ ഇതുപോലെ ഈ ഇഡ്ഡലിൻ്റെ തട്ടുണ്ടല്ലോ അതിലിങ്ങനെ ചുറ്റിക്കാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലുതാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മോനക്ക് പോകാനാകുമ്പോഴത്തേന് ആയത് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമാണ് കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ തിരക്കും ഓട്ടപ്പാച്ചിലും ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ പുറത്ത് പോയിട്ട് കത്തിക്കുകയാണെങ്കിൽ ഇതിലും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ഈ തിരക്ക് പിടിച്ച സമയത്ത് പുറത്ത് കാര്യം പോകലില്ല. ഗ്യാസുമ്മ വെച്ചിട്ട് തന്നെ കേട്ടോ ചായയും കടിയും ചോറും കൂട്ടാനും എല്ലതും ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ദിവസത്തേക്കാണ് അടുപ്പ് കത്തിച്ചിട്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ ചോറ് വെക്കും, പിന്നെ അതുപോലെ കറി വെക്കും. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ കുറച്ച് നേരത്തെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അടുപ്പ് കത്തിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, നേരെ വൈകിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കറിലാണ്ട് അരി ഇട്ടിട്ട് അങ്ങനെ വെക്കലാട്ടോ. പിന്നെ ഈ ചായം കടി ഉണ്ടാക്കലും ധൃതിയിലുള്ള ഓരോ പണിയല്ല. അപ്പോൾ കണ്ടില്ല നമ്മൾ നൂൽപുട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പാകത്തിനുള്ള സോഫ്റ്റും ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വാട്ടി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞാണ്ടിരിക്കും. അപ്പോൾ കഴിക്കാനൊരു ഷാറുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നല്ല ഷാറായിട്ട് കിട്ടും. പിന്നെ ഞാനിതാ മോനക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മോനക്ക് പോകാനായിട്ടുണ്ട്. മോനക്ക് 7 മണിയാകുമ്പോഴത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ മോനക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഉപ്പുണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയാണ് കേട്ടോ. കറിയൊക്കെ ഒഴിച്ചപ്പോൾ അടിപൊളി രുചി കേട്ടോ.
പിന്നെ ഞാൻ ഈ വെണ്ടക്കായൻ്റെ ഇടയിൽ കൂടെ നുറുക്കി വെച്ചിരുന്നില്ല. അപ്പോൾ നമ്മളൊരു പണി കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാനൊന്നും സമയം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടിയിൽ ഒരു കോഴിമുട്ട ചിക്കിയത് കഴിഞ്ഞിട്ട് അതാണ് കേട്ടോ അതങ്ങനെ. പിന്നെ ഞാൻ ആദ്യം തന്നെ ഈ വെണ്ടക്ക ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ വെണ്ടക്കയിൽ ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. പിന്നെ നമുക്കൊരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചക്കൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇക്കാനെ കൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ പണിയും കൂടി ആകുമ്പോൾ നമ്മൾ അങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കുമ്പോൾ നല്ല നേരം മുഴുകില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പണികൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട്. അപ്പോൾ ഇനി 2 അടുപ്പുള്ളയിമ വെച്ചിട്ട് എല്ലാം ഇത് റെഡിയായി കിട്ടണ്ടേ. അപ്പോൾ ചോറിന് കണ്ടില്ലേ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിന് ഞാൻ മോനിക്ക് ചോറും വേണം. അപ്പോൾ അത് ആയിക്കോട്ടെ നമുക്ക് ഉച്ചക്കൊക്കെ ഉള്ളതാവും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നാകെ 2 വെക്കൂട്ടെ രാത്രിക്കൊക്കെ ഉള്ളതും കൂടി ആക്കിയിട്ട് പുറത്ത് വെക്കുകയെന്ന് അങ്ങനെ വെക്കലാണ്. ഗ്യാസുമാകുമ്പോൾ ഉച്ചക്കൊക്കെ ഉള്ളത് വേറെ രാത്രിക്കൊക്കെ ഉള്ളത് വേറെയല്ല ആക്കിയിട്ട് എടുക്കലുള്ളൂ. അപ്പോൾ മോനക്കുള്ള ചോറൊക്കെ പിന്നെ കുക്കറൊക്കെ വിസിൽ ഒരൊറ്റ വിസിലുണ്ട് അടിച്ചേക്കാണ്ട് ഓഫാക്കിയിട്ട് പിന്നെ ആവി കളഞ്ഞിട്ടെടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കൂട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ കുടുക്കലൊക്കെ വെച്ച പോലെ ഉണ്ടാവും. അത് മറന്നു പോയാൽ ചോറ് വേവേറും കേട്ടോ. വിസിലുണ്ട് അടിച്ചേക്കൊണ്ട് ഓഫാക്കും ചെയ്യണം. എന്നിട്ട് വിസിൽ നമ്മൾ കളയൂലേ. കളഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടി നമ്മൾ വിസിൽ വെച്ചുകൊടുക്കാതെ മൂടി വെക്കാതെ ഒന്നും കൂടി ഗ്യാസുമ്പോൾ തന്നെ തിളപ്പിച്ച് കാണാണ്ട് ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ചോറായി കിട്ടും. അപ്പോൾ എനിക്ക് കോഴിമുട്ടൊക്കെ പൊരിച്ച് അതിന് മേലെ കുറച്ച് ചില്ലി ഫ്ലെക്സും മുളക് പൊടിയെല്ലാം ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് കോഴിമുട്ട അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചോറ് റെഡിയാക്കിട്ടോ. അപ്പോൾ വെണ്ടയ്ക്കാണെങ്കിലും അങ്ങനെ പൊരിച്ചാൽ നല്ല രസമാണ്. പിന്നെ അപ്പോൾ ചക്കത നുറുക്കി വെച്ച കാരണം അടുപ്പത്ത് വെച്ച് കൊടുക്കാനായിട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടാണ്. പിന്നെ നമ്മൾ ഈ പണീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചക്കരി അങ്ങനത്തൊക്കെ ഭയങ്കര പാടട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ചക്ക ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും കൂട്ടാൻ വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ തിരയും കേട്ടോ. അപ്പോൾ അതാണ് കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വെയിലുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ ഉണക്കാനുള്ളതൊന്ന് പുറത്തുനിന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മോളെ സ്കൂൾക്ക് പറഞ്ഞയക്കുന്നതും പിന്നെ ഓളെ നീപ്പിക്കുന്നതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിക്കാണ്ട് എളുപ്പം ഓളെ നീപ്പിക്കലും ഓളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം പറ്റണില്ല കേട്ടോ. ഒരുപാട് ദിവസം പനിയായിട്ട് സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചില്ല ഓളെ പറഞ്ഞയക്കുന്നതും കാര്യവും. അതിൻ്റെ പിറ്റേന്ന് പനി തുടങ്ങിയതായിരുന്നു. പനിയായിട്ട് ഒരുപാട് ദിവസം സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പനി മാറിയിരിക്കണമെങ്കിലും ചുമക്കെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓള് പോയതിൻ്റെ ശേഷം പിന്നെ ഞാനൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് പുറത്ത് കിട്ടി കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ മഴക്കാർ വന്നൊക്കെ എടുത്തേക്കേണ്ടി വന്നിട്ടുണ്ടാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാത്തതൊക്കെ. പിന്നെ ഞാനിതാ മുറ്റം അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോ പണികൾ ഇങ്ങനെ നമുക്കുണ്ടാവുമല്ലോ. നമ്മളൊരു വീട്ടമ്മ കുറേ പണിയും തിരക്കുവാണല്ലോ അല്ലേ. അപ്പം ഞാൻ അടുപ്പ് കത്തിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതൊന്നും നടന്നില്ല കേട്ടോ മക്കളെ. നേരം വൈകിയപ്പോൾ പിന്നെ അടുപ്പൊന്നും കത്തിച്ചിട്ടുണ്ടാക്കില്ല. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതിലും രുചിയാണ് കേട്ടോ ഈ മത്തിയൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇന്നലെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സിങ്കിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ മോളുവിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ മോളുവിനൊന്ന് സ്കൂൾക്ക് എന്താണ് കുറച്ച് ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പേരി ഒന്നും ഓൾ തീരെ കഴിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് വെച്ചെടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പാത്രത്തിൽ വെച്ചെടുക്കാനായിട്ട് അല്ലാതെ ഓളൊന്നും കഴിക്കണില്ല. അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ തുള്ളി കഞ്ഞി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുക എന്നല്ലാതെ അതന്നെ കുടിക്കാൻ മടിയാണ്. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് കഴിക്കണമെന്നില്ല. പിന്നെ എന്താ ഇപ്പോൾ ചെയ്യുക, അങ്ങനെ ഓളെ പറഞ്ഞയച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊന്നും അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല, നേരം വൈകിട്ടോ. പിന്നെ ഞാനിതാ ഈ മത്തി ഉണ്ടല്ലോ അടിപൊളിയായിട്ട് അങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്താൽ ഇപ്പോൾ ഈ മത്തീൻ്റെ സീസണല്ല. അപ്പോൾ മത്തിയൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വെറൈറ്റി ആയിട്ട്. പിന്നെ നമ്മളെന്നും ഇങ്ങനെ മുളക് കറിയും പിന്നെ അതുപോലെ വറ്റിച്ചതും പൊരിച്ചതൊക്കെ ആയിട്ട് കഴിക്കില്ല. അപ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല രുചിയുണ്ട്. അപ്പോൾ 5 വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും കുറച്ചധികം ചെറിയ ഉള്ളിയായിട്ട് എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി സവാള എടുത്തിട്ടില്ല, അതിന് പകരം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതൊക്കെ കൂടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒരു തിരുമ്പിണ്ടെടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ, അല്ലാതെ തവി കൊണ്ടൊക്കെ ചെയ്താലും ഇതുപോലെ ആയി കിട്ടൂല. അപ്പോൾ ഒക്കെ ഞെരടി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി വേണം കേട്ടോ. എന്നാലേ നമ്മളെ മീനിനൊക്കെ ഒരു രുചി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ തക്കാളി ഇട്ടാലും ചെറുതായിട്ടൊരു പുളിയെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ പുളിക്ക് ഇഷ്ടപ്പെടാത്തവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും പുളിവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ തക്കാളീൻ്റെ പുളി മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി കേട്ടോ.
പിന്നെ ഈ മീനും കൂടി ആയിക്കിട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൊണ്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ വാഴൻ്റെ വെച്ചിക്കാണ്ട് അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അടുപ്പത്ത് വെച്ചിക്കാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുപ്പ് കത്തിക്കാത്തതിൻ്റെ കാരണം നമുക്ക് മഴ പെയ്തിട്ട് അവിടെയൊക്കെ അങ്ങനെ വെള്ളം നനയുന്നുണ്ട് കേട്ടോ. അടുപ്പിൻ്റെ അവിടെയൊക്കെ അങ്ങനെ വെള്ളം ഇട്ടിട്ട് അടുപ്പ് അങ്ങനെ കത്തൂല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഗ്യാസുമ്മ തന്നെ കത്തിച്ചിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് അടുപ്പിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ ഈ നല്ല മഴ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ശീതലടിച്ചിട്ടും നനഞ്ഞിട്ടും ചോർന്നിട്ടൊക്കെ ആയിട്ട് ഭയങ്കര റിസ്ക്കാണ് കത്തിക്കാനൊക്കെ അപ്പോൾ അടുക്കളയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസുമ്മ തന്നെ ചെയ്യും കേട്ടോ. ഗ്യാസിൻ്റെ അവിടെ വല്ലാതെ കണ്ട് കൂടുതൽ മഴ പെയ്യുമ്പോൾ അവിടെ അങ്ങനെ വെള്ളം അങ്ങനെയൊക്കെ ചോരും. പിന്നെ ഞാൻ അകത്തേക്ക് ഗ്യാസ് കൊണ്ടുപോയിട്ട് ഗ്യാസ് അടുപ്പൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെയും കത്തിച്ചെടുക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിയൂല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ എൻ്റെ ചില കൂട്ടുകാരികളൊക്കെ പറയും ദിവസം വീഡിയോ ഇട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. അപ്പോൾ അതായത് നമ്മൾ ഗ്യാസുമ്മ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കാൻ നിന്നാൽ അത് കത്തൂല, ഒരുപാട് നേരം നിന്നിട്ട് ഇങ്ങനെ നേരം വഴുകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസുമ്മ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിള വരുമ്പോൾ എന്താ ഒരു സ്മെല്ല് എന്ന് അറിയാം. കുറച്ച് പെരിഞ്ചീരകവും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് തന്നെ നല്ല അടിപൊളി സ്മെല്ലായിട്ട്. അപ്പോൾ ഞാൻ ആ വാഴൻ്റെ ഇല കൊന്നിൻ്റെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വാഴൻ്റെ ഇല ആദ്യം വെച്ച് കൊടുത്താൽ നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഇതുണ്ടാവും കേട്ടോ. വാഴൻ്റെ ഇലൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി പച്ചമുളക് അങ്ങനെയൊക്കെ ഒന്നും ഇടാതെ അങ്ങനെ പൊടികൾ മാത്രം ഇട്ടിട്ട് വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും ചിലവർ. അപ്പോൾ അങ്ങനെയും ചെയ്യട്ടോ. മത്തി അങ്ങനെ ഉണ്ടാക്കിയാലും രുചിയാണ്. മത്തിൻ്റെ ആ ചൊവയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടാവൂലേ. അപ്പോൾ ഇവിടെ കാക്കൊക്കെ മത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് ദോശയ്ക്കാണെങ്കിലും അതുപോലെ കടിക്കൊക്കെ ആണെങ്കിലും നല്ല രുചിയാണ് കേട്ടോ. അതുപോലെ പുതിയ മത്തിയാണെന്നുണ്ടെങ്കിലും നല്ല രുചി കൂടും. പിന്നെ ഇതാ ചക്കൊക്കെ ഞാൻ ഒരു വിസിലടിച്ചപ്പോൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ വിസിലടിച്ചപ്പോൾ തന്നെ ഓഫാക്കിയിട്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല വേവണ ചക്കയായിരുന്നു. അപ്പോൾ ഇനി ചക്ക അധികം ഉണ്ടാവില്ലല്ലോ, നമുക്ക് ചക്കയുള്ള സമയത്തെല്ലാം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പണീൻ്റെ ഇടയിൽ കൂടെ ഞാനൊക്കെ പിന്നെ ഏതായാലും അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് മുറിച്ചാട്ടിന്ന് പറഞ്ഞിട്ട് കനക്കൊണ്ട് മുറിപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ തേങ്ങ അതിക്ക് ഉള്ളിയും ജീരകവും അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് അരച്ചാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ചക്കക്കൂട്ടാൻ. അങ്ങനത്തെ ഒരു കൂട്ടാൻ മതിയിട്ട് നമുക്ക്. പിന്നെ ഇതാ കുറച്ച് മത്തിയൊന്ന് പൊരിച്ചെടുക്കുകയാണ്. കുട്ടികൾക്ക് അങ്ങനെ വറ്റിച്ചതും കറി വെച്ചതൊന്നും മത്തിയൊന്നും കഴിക്കണത് വലിയ ഇഷ്ടമല്ല. അവർക്കതിനെ പൊരിച്ച മത്തിയാണ്. മരിച്ചത് മത്തി എന്നല്ല കേട്ടോ, എന്ത് മീനാണെങ്കിലും പൊരിച്ചത് അതിനാണ് ഓർക്ക് താല്പര്യം. അപ്പോൾ ഞാനും അവർക്ക് കുറച്ച് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ മത്തീൻ്റെ പഞ്ഞീനുണ്ടല്ലോ, ആ പഞ്ഞീനെന്നാട്ടോ പറയാം, മീനിൻ്റെ മുട്ട എന്ന് പറയില്ല, അതും അതിന് ബാക്കി ഞാൻ അതുകൊണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മത്തീൻ്റെ ആ പഞ്ഞീനുണ്ടല്ലോ അത്. പിന്നെ ഞാനിതാ ചൂട് കൊടുക്കാൻ കുറച്ച് ചോറ് എടുത്തുകൊണ്ട് കഴിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ചൂട് കൊടുക്കുന്ന ലേസം കഴിക്കാൻ വേണ്ടി പൂതിയിട്ടാണ് ഈ ഒരു കൂട്ടാൻ കൂട്ടിയിട്ട് പിന്നെ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഒരു വട്ടം കഴിക്കുന്നത് കൊണ്ട് 2 വട്ടം തന്നെ വൈകി കേട്ടോ. ഒരു വട്ടം കഴിച്ചാൽ പിന്നെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് മത്തി വറ്റിച്ചും കൂടി ഞാൻ ആ കൂട്ടാൻ്റെ മേലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തുകൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ ഒരക്കൊരു ചോറായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ചൂട് കൊടുക്കാനെ കഴിക്കാനൊരു പൂതിയായിട്ട് അങ്ങനെ കഴിക്കുകയാണ്. പിന്നെ ഇക്കാൻ്റെ അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കി കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കഴിക്കുകയാണ്. പിന്നെ ഞാൻ മീൻ പൊരിച്ചൊന്നും എടുത്തിട്ടില്ല, മീനിൻ്റെ മുട്ട പൊരിച്ചത്. അപ്പോൾ ഈ മീനിൻ്റെ ഈ എന്താ പറയുക, മുട്ടക്ക് ഇതിന് പഞ്ഞീന് എന്നൊക്കെ പറയില്ലേ, അപ്പം മുട്ട പറഞ്ഞവരും അങ്ങനെ. ഇത് പൊരിക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ നല്ല ഈ പൊടികളൊക്കെ എന്നിട്ട് മൂപ്പിച്ചാണ്ട് ഇഞ്ചും വെളുത്തുള്ളിയും കുറേ ഷെട്ടെടുത്തിട്ട് അതിലിട്ടുണ്ട് പൊരിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ പൊരിച്ചെടുത്താൽ. അപ്പോൾ ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട്, മീൻ പൊരിച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ടോ. പിന്നെ 2 മണീൻ്റെ ഒക്കെ നേരത്താണ് ഇതുപോലെ കുറച്ചും കൂടി കഴിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായ പാട് കുറച്ച് കഴിക്കൂട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.